നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം തന്നെ നമുക്ക് മഴക്കാലമായി, എല്ലാവരും ഇപ്പം റെയിൻ ഗാർഡ് ഇടുന്ന തിരക്കിലാണ്. അപ്പം നമ്മൾ റെയിൻ ഗാർഡ് എന്തിനാണ് ഇടുന്നത്, അപ്പം നമ്മൾ റെയിൻ ഗാർഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ റബ്ബർ കർഷകരും ടാപ്പിംഗ് തൊഴിലാളികളും നിശ്ചയമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പം മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും പ്ലാസ്റ്റിക്കും ഷെയ്ഡും ഒക്കെ ഇടാനുള്ള സമയമാണ്. ഇപ്പം ഈ സമയത്താണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കും മഴ തോന്നിക്കുന്ന സമയത്ത് നമുക്ക് പ്ലാസ്റ്റിക്കും ഷെയ്ഡും ഒക്കെ ഇട്ട് കൊടുക്കാമെന്നാണ്. ഇപ്പം മരം നല്ല കുതിർന്ന് നല്ല തണുപ്പായിട്ടുണ്ട്. ഇപ്പം നമുക്ക് മരം തോന്നു കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഉണക്ക് കാണുമ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷെയ്ഡ് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വശം കണ്ടില്ലേ, ഇവിടെ നമ്മൾ നല്ല വൃത്തിയായിട്ട് തണ്ണിപ്പട്ടയോട് ചേർത്താണ് നമ്മൾ ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നവർ ഇവിടെ കൊണ്ടുവന്ന് പശ തേക്കും. പശ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ പിന്ന് ഏകദേശം 1/2 ഇഞ്ച് നോളം നീളമുള്ള പിന്നാണ് നമ്മൾ ഇതിലോട്ട് പിൻ ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ പിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിൻ ചെയ്യുമ്പോൾ ഈ പിന്ന് ഡയറക്റ്റ് ഈ തടിയലോട്ടാണ് ചെന്ന് കൊണ്ടു കയറുന്നത്. ഇപ്പം തന്നെ ഏകദേശം ഇത്രയും ഭാഗത്ത് 5-6ഓളം പിന്നുകൾ നമ്മൾ പിൻ ചെയ്യും. അപ്പം അത് റബ്ബറിൻ്റെ പട്ടയ്ക്ക് വളരെ ദോഷമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ചൂട് പശയൊക്കെ ഇവിടെ കൊണ്ട് തേക്കും. അപ്പം ഈ പശയ്ക്ക്, ഈ ഇളംപട്ടയ്ക്ക് വളരെ ദോഷമാണ്. ഇപ്പം നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ഇടുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ പ്ലാസ്റ്റിക് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടുന്ന പട്ട ഒഴിവാക്കിയിട്ട് മറു സൈഡ്, ഇപ്പുറത്തെ സൈഡോ അല്ലെങ്കിൽ വെട്ടാത്ത സൈഡ് എവിടാന്ന് വെച്ചാൽ അതാണ്ട് ഇതേപോലെ നമുക്ക് ചിരണ്ടി കൊടുക്കണം. അതാണ്ട് ഇത് അതായത് നമ്മൾ പിൻകാനയിൽ ഒരു 8 ഇഞ്ച്, നമ്മൾ പിൻകാനയിൽ മുൻകാനയിൽ 8 ഇഞ്ച് അങ്ങോട്ട് ചിരണ്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചിരണ്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടില്ലേ, ഈ പോള പോലെ ഈ നമ്മൾ ഇതുപോലെ തൈമരം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പായലും ഇതൊക്കെ നമുക്ക് കളഞ്ഞാൽ മതിയായിരിക്കും. അതുപോലെ അല്ല, ഇതേപോലുള്ള നിങ്ങൾ ചിരണ്ടം ശ്രദ്ധിക്കുക, ഇതേപോലെ പാളകൾ നമ്മൾ ഇളക്കി കളഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ഇതല്ല, ഈ പാള പോലുള്ള ഇത് നമ്മൾ ഇളക്കി കളയണം. ഇതിങ്ങനെ ഇളക്കി കളയണം. ഇത് ഇളക്കി കളഞ്ഞില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര പശ തേച്ച് എന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഇടയ്ക്ക് പൊട്ടൽ കാണും. ആ വിടവിക്ക് കൂടെ വെള്ളം താഴോട്ടിറങ്ങി 2-3 മാസം ആകുമ്പോഴത്തേക്ക് എങ്ങനെ ഇട്ടെന്ന് പറഞ്ഞാലും ചോരും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വെള്ളമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാസ്റ്റിക് ഇടാൻ വരുമ്പോഴത്തേക്ക് ഓടി വന്ന് അങ്ങ് ചിരണ്ടിയിട്ട് പോകും. അപ്പം നമ്മൾ അത് വൃത്തിയായിട്ട് ചിരണ്ടാൻ പറ്റത്തില്ല. അപ്പം അത് നമ്മൾ ആ ചിരണ്ടപ്പം നല്ല നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ചിരണ്ടണം. വെട്ടുപട്ടയിൽ പിൻ ചെയ്താലുള്ള ദോഷങ്ങളെ കുറിച്ചാണ്. ഇത് കണ്ടോ, നമ്മൾ ഇതുപോലെ വലിയ പിന്നാണ് നമ്മൾ അടിച്ചു കയറ്റുന്നത്. കണ്ടോ, നമ്മൾ ഇതുപോലെ വെട്ടുപട്ടയിൽ ഇവിടെ അടിക്കുമ്പോഴത്തേക്ക് കണ്ടോ പാല് പൊടിക്കുന്നുണ്ടോ, നമ്മൾ തണ്ണിപ്പട്ടയും കഴിഞ്ഞ് തടിയെ ചെന്ന് കൊണ്ട് കയറി ഇവിടെ. കാരണം ഈ ഇവിടെ പട്ടയ്ക്ക് കനവില്ല, നമ്മൾ തണ്ണിപ്പട്ടയോട് ചേർത്ത് ടാപ്പ് ചെയ്തിരിക്കുന്ന വശമാണ്. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ഇടുന്നെങ്കിൽ പുതിയ പട്ടയിലോട്ട് തിരഞ്ഞെടുത്ത് പ്ലാസ്റ്റിക് ഇടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആരും ചെയ്ത് കാണുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്ത് പരീക്ഷിച്ച കാര്യമാണ്. കാരണം പറഞ്ഞാൽ, നമ്മൾ ആ വെട്ടുപട്ടയിൽ ഈ പ്ലാസ്റ്റിക് ഇട്ടുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ പ്ലാസ്റ്റിക് എല്ലാം ഇളക്കി ചിരണ്ടി വരുമ്പോഴത്തേക്ക് ആ പട്ട നമ്മൾ എത്ര ഭംഗിയായിട്ട് വെട്ടിയെന്ന് പറഞ്ഞാലും അത് ചെറിയ കായം വീഴും. അപ്പം നമ്മൾ ഈ തൈമരങ്ങളിൽ ഈ പ്ലാസ്റ്റിക് ഇടരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തൈമരങ്ങളിൽ പട്ടയ്ക്ക് കനം കാണത്തില്ല. അപ്പം നമ്മൾ പിന്നടിക്കുന്ന തടിയിലോട്ട് ഡയറക്റ്റ് കയറുന്നതുകൊണ്ടാണ് നമ്മൾ തൈമരങ്ങളിൽ ഷെയ്ഡ് ഇടരുതെന്ന് പറയുന്നത്. 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം ഷെയ്ഡ് ഇടുന്നതായിരിക്കും നല്ലതെന്ന് പറയാൻ കാരണം അതാണ്. അപ്പം നമ്മൾ എന്തിനാണ് നമ്മൾ ഈ മഴയത്ത് പ്ലാസ്റ്റിക് ഇടുന്നത്, ഷെയ്ഡ് ഇടുന്നത്? അപ്പം നമ്മൾ ചിലർ പറയും നമുക്ക് ആഴ്ച 4 ദിവസം വെട്ടി ആദായം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട്, ഞാനൊരു 30 വർഷമായിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുന്നുണ്ട്, ഈ റെയിൻ ഗാർഡ് ഇടുന്നുണ്ട്. എൻ്റെ അനുഭവം വെച്ച് പറയാമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ റെയിൻ ഗാർഡ് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ആഴ്ച വെട്ടി 4 ദിവസം വെട്ടി ആദായം എടുക്കാനല്ല. നമ്മൾ അഥവാ വെട്ടി കഴിയുമ്പോൾ ഒരു മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റബ്ബറിൻ്റെ പട്ടയ്ക്ക് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ നമ്മുടെ പാല് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയ്ഡ് ഇടേണ്ടത്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലായിരിക്കണം നമ്മൾ ഈ ഷെയ്ഡ് ഇടേണ്ടത്. അതുപോലെ ഷെയ്ഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഈ റബ്ബർ മരത്തിന്റെ പകുതിക്ക് താഴോട്ട് ഒരിക്കലും നമ്മൾ ഈ ഷെയ്ഡ് ഇടരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഷെയ്ഡ് ഇട്ട് കഴിയുമ്പം തറയിൽ വീഴുന്ന വെള്ളം തെറിച്ച് പട്ടയെ തെറിച്ച് പട്ട പെട്ടെന്ന് നനയാൻ കാരണമാവും. കാരണം അടിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഈ റബ്ബർ മരത്തിലോട്ട് ഈ ഈർപ്പം പിടിക്കും.
അപ്പം നമ്മൾ ഒരിക്കലും പകുതിക്ക് താഴോട്ട് നമ്മൾ ഈ ഷെയ്ഡ് ഇടരുത്. എപ്പോഴും നമ്മൾ പകുതിക്ക് മേലോട്ട് മാത്രമേ ഷെയ്ഡ് ഇടാവുള്ളൂ. അപ്പം നമുക്ക് ഈ ഷെയ്ഡ് ഇടുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് പിന്നെ ഉണക്കത്ത് താഴെ ഞാൻ പറഞ്ഞ പോലെ പട്ടമരപ്പ് വരെ ആയിരിക്കും. ഉണക്കത്ത് താഴെ വെട്ടി മേളിൽ നമുക്ക് മുകളിലത്തെ പട്ട ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് പട്ടമരപ്പും വരത്തില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് ഈ മരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഈ ഷെയ്ഡ് ഇടുന്നവർക്ക് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം ഷെയ്ഡ് ഇടുന്നത് ഏകദേശം ഒരു 5 ഇഞ്ചിനും 6 ഇഞ്ചിനും മേളിലായിരിക്കും ഈ ഷെയ്ഡ് ഇടുന്നത്. അപ്പം നമുക്ക് ഈ പുതുപ്പട്ട വരുന്നില്ല. അപ്പം നമുക്ക് ഈ പിന്നടിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും നമുക്കവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അനുഭവം വെച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ഷെയ്ഡ് ഇടുന്നതാണ് നല്ലത്. കാരണം നമുക്ക് പ്ലാസ്റ്റിക് ആദ്യം ഇടുമ്പോൾ നമുക്ക് കുറച്ച് ജോലി കുറവാണെങ്കിൽ തന്നെയും നമ്മൾ പിന്നെ പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, നമ്മൾ ടാപ്പിംഗ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്ലാസ്റ്റിക് പൊക്കി വെക്കേണ്ടതായിട്ടുണ്ട്. പട്ട എപ്പോഴും ഉണങ്ങി തന്നെ കിടക്കണം. അപ്പം നമ്മൾ ടാപ്പിംഗ് കഴിയുമ്പോഴത്തേക്ക് ആരും ഇത് പൊക്കി വെക്കാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മൾ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ പൊക്കി വെക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നല്ല സൂര്യപ്രകാശം കയറി എപ്പോഴും നല്ല പട്ട നല്ലതായിട്ട് കിടക്കും. അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ പട്ടയോട് ചേർന്ന് തന്നെ ഈ കിടക്കുമ്പോഴത്തേക്ക് ആവിച്ച് പെട്ടെന്ന് പട്ടമരപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വരും. അപ്പം ഈ പ്ലാസ്റ്റിക് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 ദിവസം കൂടുന്തോറും ഒരു കുമിൾനാശിനിയുണ്ട്, അത് അടിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പട്ടമരപ്പ് ഉണ്ടാവും. പ്ലാസ്റ്റിക് ഇടുന്നവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പട്ടമരപ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ മരത്തിൽ സംഭവിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഒട്ടുകറ തന്നെ നമ്മൾ ചാക്കി കെട്ടി വെച്ച് 3-4 ദിവസം അടുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അഴിച്ചു നോക്കുമ്പോൾ കണ്ടിട്ടില്ലേ പുഴുവാകുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ റബ്ബർ മരത്തിൽ നമ്മൾ പുതിയ പട്ടയെ ടാപ്പ് ചെയ്ത് പിന്നെ അത് അടച്ചിടുമ്പോഴത്തേക്ക് അവിടെയും ഒരു ചെറിയ ഫംഗസ് ബാധിച്ച് ആ റബ്ബർ മരത്തിന് പെട്ടെന്ന് പട്ടമരപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മിനുസമുള്ള പ്ലാസ്റ്റിക് നമുക്ക് തിരഞ്ഞെടുക്കാം. കിലുകിലാന്ന് ഉള്ള ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, അത് പെട്ടെന്ന് 6 മാസം ആകുമ്പോഴേ പൊടിഞ്ഞു പോകും. അത് മേടിക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ അതുകൂടാതെ ഈ വെട്ടിൽ വന്ന് അത് കടിച്ചു മുറിച്ച് കളയും. അപ്പോൾ അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാനും കുറച്ച് നാൾ പ്ലാസ്റ്റിക് ഇട്ട് എനിക്ക് അതത്ര തൃപ്തികരമായിട്ട് തോന്നില്ല. ഞാൻ ഇനി മുതൽ ഷെയ്ഡ് ഇടാൻ തന്നെ ആണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഡ് ഇട്ടവർ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും മുമ്പ് മഴ പെയ്ത് തോർന്ന ആ റബ്ബർ മരം മാത്രമേ നമ്മൾ ടാപ്പ് ചെയ്യാവുള്ളൂ. അല്ലാതെ മഴ പെയ്ത് അങ്ങോട്ട് മാറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നിങ്ങൾ ടാപ്പ് ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ പെയ്യുന്ന ശീതാനം എറിച്ചിലടിച്ച് ഈ പട്ട ചെറിയ നനവുകൾ വീഴും, നമ്മളറിയാതെ. ഇപ്പം നമ്മളൊരു കുട പിടിച്ച് നിൽക്കുമ്പം നമുക്ക് ചെറിയ നനവ് വരത്തില്ലേ കാറ്റടിച്ച്. അപ്പോൾ അതേപോലെ തന്നെ റബ്ബർ മരം ചെറിയ നനവ് വരും. അപ്പോൾ അത് പട്ടയ്ക്ക് ദോഷമാണ്. എപ്പോഴും 2 മണിക്കൂർ മഴ പെയ്ത് തോന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ടാപ്പിങ്ങിന് ഇറങ്ങാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ടാപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ മഴ പെയ്ത സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പിംഗ് അന്ന് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനൊരു 30 വർഷം കൊണ്ട് ടാപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ 30 വർഷം കൊണ്ട് ഷെയ്ഡ് ഇടുന്നുണ്ട്. എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്കും ഇത് കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും. അപ്പോൾ കമൻറ്റിലൂടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.